സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ശബരിമല സ്ത്രീ പ്രവേശനം മുഖ്യ വിഷയമാകാൻ പോവുകയാണ്. സ്ത്രീകൾക്ക് പ്രായഭേദമന്യേ ശബരിമലയിൽ പ്രവേശനം അനുവദിക്കണമെന്ന 2018 ചരിത്രപരമായ വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീം കോടതിയുടെ പുതിയ 9-അംഗ ബെഞ്ച് വാദം കേൾക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കത്തിക്കാളുന്ന സമയത്തായിരിക്കും ശബരിമല പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുക. ചീഫ് ജസ്റ്റിസ് ഉടൻ 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. എല്ലാ കക്ഷികളുടെയും വാദത്തിനും മറുവാദത്തിനും 2 ദിവസം വീതം സമയം നൽകും. ഏപ്രിൽ 22-ന് വാദം കേൾക്കൽ അവസാനിപ്പിക്കും. മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനം, വിവാഹിതരായ പാഴ്സി സ്ത്രീകളുടെ ദേവാലയ പ്രവേശനം അടക്കം മതപരവും ഭരണഘടനാപരവുമായ വിശാല പ്രശ്നങ്ങൾ 9-അംഗ ബെഞ്ച് പരിഗണിക്കും. സംസ്ഥാന സർക്കാരിന് നിശ്ചയമായും കോടതിയിൽ ഒരു നിലപാടെടുക്കേണ്ടി വരും. അതെന്താകും എന്ന ചോദ്യത്തിന് ഇന്ന് മാധ്യമങ്ങളെ കണ്ട നിയമമന്ത്രി പി രാജീവ് വ്യക്തമായ മറുപടി പറഞ്ഞതുമില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എടുക്കുന്ന നിലപാടെന്തായിരിക്കും? അനുകൂലിക്കുമോ എതിർക്കുമോ? ആദ്യം RDX റാപ്പിലേക്ക്. ശബരിമല യുവതീ പ്രവേശനം ഭരണഘടനാപരമെന്ന് പ്രഖ്യാപിച്ച 5-അംഗ ബെഞ്ചിന്റെ വിധി പുനഃപരിശോധിക്കാൻ സുപ്രീം കോടതി നേരത്തെ തീരുമാനമെടുത്തിരുന്നു. 2019 തീരുമാനിക്കപ്പെട്ട 9-അംഗ ബെഞ്ചിലെ 8 ജഡ്ജിമാരും വിരമിച്ചു. അന്ന് ബെഞ്ചിൽ അംഗമായിരുന്ന ജസ്റ്റിസ് സൂര്യകാന്താണ് നിലവിലെ ചീഫ് ജസ്റ്റിസ്. വിഷയം ഇന്ന് 3-അംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വന്നപ്പോഴാണ് ഭരണഘടനാ ബെഞ്ച് പുനഃസംഘടിപ്പിക്കുന്നതിൽ ചീഫ് ജസ്റ്റിസ് വ്യക്തത വരുത്തിയത്. യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവർക്ക് ഏപ്രിൽ 7 മുതൽ 9 വരെ വാദം ഉന്നയിക്കാം. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവർക്ക് ഏപ്രിൽ 14 മുതൽ 16 വരെ വാദിക്കാൻ സമയം നൽകി. മറുപടികൾ ഏപ്രിൽ 21-ന് സമർപ്പിക്കാം. ഏപ്രിൽ 22-ന് വാദം കേൾക്കൽ അവസാനിക്കുമെന്ന് കോടതി അറിയിച്ചു. വിഷയത്തിൽ അഡ്വക്കേറ്റ് കെ പരമേശ്വരനെ അമിക്കസ് ക്യൂറിയായി കോടതി നിയമിച്ചു. വിധി പുനഃപരിശോധിക്കേണ്ടതാണ് എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ കോടതിയിൽ പറഞ്ഞത്. സംസ്ഥാന സർക്കാരിന്റെ നിലപാടാകും ഇനി നിർണായകമാവുക. പുനഃപരിശോധനാ ഹർജികളെ ഇതുവരെ എതിർക്കുന്നതായിരുന്നു കേരളത്തിന്റെ നിലപാടെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത ഇന്ന് കോടതിയിൽ പറഞ്ഞതും ശ്രദ്ധേയമാണ്. RDX റാപ്പ്, ന്യൂസ് മലയാളം. യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് പറയാത്ത നിയമമന്ത്രി പി രാജീവ്. സർക്കാരിന് നിലപാട് പറയാൻ ഇനിയും സാവകാശമുണ്ട്. സുവർണാവസരം കിട്ടുമെന്ന് കരുതി ആരും തിടുക്കപ്പെടേണ്ട എന്നും പി രാജീവ് പറഞ്ഞു. CPIM നിലപാട് കോടതിയുടെ തീരുമാനമനുസരിച്ചായിരിക്കുമെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കി. സർക്കാർ ഉരുണ്ടുകളി അവസാനിപ്പിക്കണമെന്ന് VD സതീശനും ആവശ്യപ്പെട്ടു. ഇരുവരുടെ വാക്കുകളിലേക്ക്. വിശ്വാസിയുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണല്ലോ ഞങ്ങൾ. ഏത് വിശ്വാസമാണോ ആ വിശ്വാസത്തിനൊപ്പം നിൽക്കും. നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ, വെറുതെ ഒരു ഇത് കിട്ടുമെന്ന് കരുതി ആരും ഇപ്പം തന്നെ അടുപ്പത്ത് പാത്രമെടുത്ത് വെള്ളം ഒഴിക്കണ്ട. ആരും മാറ്റി വെച്ചാൽ മതി. കോടതിയുടെ ഭാഗമായിട്ടാണ് സ്ത്രീ പ്രവേശന പ്രശ്നം വേണമെന്നും വേണ്ടെന്നും തീരുമാനിച്ചത്. അത് അടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാടാണ് ഇവിടെ എല്ലാ കാര്യവും ഗവൺമെൻറ് എടുക്കുക. പിന്നെ പാർട്ടി എടുക്കേണ്ട നിലപാടെന്താണെന്ന് അത് വേറെ കാര്യം. ഗവൺമെൻറ് എടുക്കുന്നതും പാർട്ടി എടുക്കുന്ന നിലപാടും ഒന്നായിക്കൊള്ളുന്നില്ലല്ലോ. തിരുത്തണം. ഗവൺമെൻറ് ഉരുണ്ട് കളിക്കുകയാണ്. അഴകുഴമ്പൻ സമീപനമാണ്. ഇന്ന് വരുമ്പോൾ അത് പറയണം. ഞങ്ങൾ തിരുത്താൻ പോകുന്നു, ഞങ്ങൾ തിരുത്തി അഫിഡവിറ്റ് ഇന്ന് കൊടുക്കാം. 10 മിനിറ്റ് മതി ഒരു അഫിഡവിറ്റ് തയ്യാറാക്കാൻ. വിശ്വാസ സംരക്ഷണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. യുവതീ പ്രവേശനത്തെ സർക്കാരും ദേവസ്വം ബോർഡും എതിർക്കുമെന്നാണ് കരുതുന്നതെന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. സർക്കാർ യുവതീ പ്രവേശനത്തെ എതിർക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞു. ഈ കോടതിയിൽ ഈ കേസ് നിലനിൽക്കെ തന്നെ അതിനൊരു തീരുമാനമുണ്ടാകാതെ തന്നെ ഈ ഗവൺമെൻറ് തന്നെ ഈ പഴയ ആചാരക്രമങ്ങളിൽ അനുസരിച്ച് കഴിഞ്ഞ 5-6 വർഷമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവർ ഈ സംസ്ഥാന സർക്കാരിൽ പ്രതീക്ഷയുള്ളത്. തിരുത്തേണ്ടത് അവർ തിരുത്തണം. അന്ന് ജനവികാരം കണ്ടല്ലോ. ആ ജനവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സർക്കാർ അതുകൊണ്ട് തിരുത്തിയതിൻ്റെ പ്രവർത്തനം കൊണ്ട് തിരുത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നല്ലോ. കോടതി എന്തെല്ലാം പരിഗണിക്കുമെന്ന് നോക്കാം. ഭരണഘടനയുടെ 25-ാം അനുച്ഛേദം നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ പരിധി എന്താണ്? മതത്തിന്റെ ആചാരാവകാശവും വ്യക്തികളുടെ ആരാധനാ സ്വാതന്ത്ര്യവും ഏറ്റുമുട്ടുമ്പോൾ എന്തിനു മുൻഗണന നൽകണം? അനുച്ഛേദം 26 നൽകുന്ന മതവിഭാഗങ്ങളുടെ അവകാശങ്ങൾ മറ്റ് മൗലികാവകാശങ്ങൾക്ക് വിധേയമാണോ? ഭരണഘടനാപരമായ മൊറാലിറ്റി മതപരമായ വിശ്വാസങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണോ? ആചാരം മതത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്ന് തീരുമാനിക്കാൻ കോടതിക്ക് അധികാരമുണ്ടോ? ഹിന്ദുക്കളിലെ വിവിധ വിഭാഗങ്ങൾ എന്ന പ്രയോഗത്തിൻ്റെ കൃത്യമായ അർത്ഥം എന്താണ്? ശബരിമല ഭക്തർ ഇത്തരം പ്രത്യേക വിഭാഗമാണോ?
ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പെടാത്ത വ്യക്തികൾക്ക് ആ മതത്തിലെ ആചാരങ്ങളെ ചോദ്യം ചെയ്ത് പൊതു താൽപ്പര്യ ഹർജി നൽകാനാകുമോ? പുതിയ വാദങ്ങൾക്ക് ശേഷം കൂടുതലായി പരിഗണിക്കപ്പെടേണ്ട വിഷയങ്ങൾ ഇതിനോട് ചേർക്കും. ശബരിമല യുവതീ പ്രവേശന വിധിയുടെ ഒരു സാഹചര്യം എന്താണെന്ന് കൂടി നോക്കാം. സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് ചരിത്ര വിധി പുറപ്പെടുവിച്ചത് 2018 സെപ്റ്റംബർ 28-നാണ്. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര, ജസ്റ്റിസുമാരായ RF നരിമാൻ, AM ഖാൽവിൻകർ, DY ചന്ദ്രചൂഡ് എന്നിവരെ അനുകൂലിക്കുകയായിരുന്നു. ബെഞ്ചിലെ വനിതാ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര യുവതീ പ്രവേശനത്തോട് വിയോജിച്ചു. ഭക്തിയിൽ ലിംഗവിവേചനത്തിന് സ്ഥാനമില്ല, പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീക്കും അവകാശമുണ്ട് എന്നായിരുന്നു ഭൂരിപക്ഷ വിധി. ജൈവശാസ്ത്രപരമായ കാരണങ്ങൾ പറഞ്ഞ് സ്ത്രീകളെ മാറ്റി നിർത്തുന്നത് ഭരണഘടനാ ലംഘനമാണ്. ആർത്തവത്തിന്റെ പേരിൽ സ്ത്രീകളെ മാറ്റി നിർത്തുന്നത് ഒരുതരം അയിത്തമാണ് എന്നും നിരീക്ഷിച്ചു. ഭരണഘടനയുടെ അനുച്ഛേദം 14, 15 ചൂണ്ടിക്കാണിച്ചായിരുന്നു കോടതിയുടെ വിധി. ശബരിമല സ്ത്രീ പ്രവേശനം തടയുന്ന കേരള ഹിന്ദു പബ്ലിക് റിലീജിയസ് പ്ലേസസ് റൂൾസിലെ 3B റദ്ദാക്കുകയും ചെയ്തു. എന്നാൽ മതാചാരങ്ങളിൽ യുക്തിയേക്കാൾ വിശ്വാസത്തിന് മുൻഗണനയുണ്ട് എന്നായിരുന്നു ഇന്ദു മൽഹോത്ര നിരീക്ഷിച്ചത്. ശബരിമല പ്രതിഷ്ഠയുടെ നൈഷ്ഠിക ബ്രഹ്മചാരി സവിശേഷ സ്വഭാവം കണക്കിലെടുക്കണം എന്നാണ് അവർ പറഞ്ഞത്. മറ്റു മതവിഭാഗങ്ങളിലെ സ്ത്രീകളുടെ വിശ്വാസ പ്രശ്നങ്ങളും പരിഗണിക്കേണ്ടതുണ്ടെന്ന് 5 അംഗ ബെഞ്ച് നിർദ്ദേശിച്ചു. വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ 2019 നവംബറിൽ 9 അംഗ ബെഞ്ചിന് വിട്ടു. ബിന്ദു അമ്മിണിയും കനകദുർഗയും ശബരിമല ദർശനം നടത്തിയത് 2019 ജനുവരി 2-നാണ്. പുലർച്ചെ 3:45-നാണ് പോലീസ് സുരക്ഷയിൽ മല കയറി ദർശനം നടത്തിയത്. പിന്നാലെ ആചാരലംഘനം ചൂണ്ടിക്കാട്ടി തന്ത്രി നടയടച്ച് ശുദ്ധിക്രിയ നടത്തി. വിധിക്ക് തൊട്ടു പിന്നാലെ രഹന ഫാത്തിമയും കവിതാ ജക്കാലവും ക്ഷേത്ര ദർശന ശ്രമം നടത്തിയിരുന്നു. വലിയ നടപ്പന്തൽ വരെ എത്തിയെങ്കിലും അയ്യപ്പ ഭക്തരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഇവർ മടങ്ങി. ശബരിമലയിലെ യുവതീ പ്രവേശനം സംസ്ഥാനത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു എന്നതുകൂടി ഈ ഘട്ടത്തിൽ ഓർക്കണം. സനീഷ്, ഇതിപ്പോൾ ഒരു സുവർണാവസരം ആരും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് P രാജീവ് നിയമമന്ത്രി, സംസ്ഥാനത്തിൻ്റെ നിയമമന്ത്രി ഇന്നിപ്പോൾ പറഞ്ഞു. പക്ഷേ എന്തായിരിക്കും സർക്കാരിൻ്റെ നിലപാട് ഈ വിഷയത്തിൽ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അദ്ദേഹത്തിൻ്റെ ആ പരാമർശങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ നിന്നോ നമുക്ക് കിട്ടിയിട്ടില്ല. അതേസമയം ഇപ്പുറത്ത് ഇതൊരു തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇതെല്ലാം ചർച്ചയാകാൻ പോകുന്നത് എന്നുള്ള സവിശേഷമായ സാഹചര്യം കൂടി ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്താ സനീഷിന് തോന്നുന്നു? ശബരിമലയിലേക്ക് സ്ത്രീകൾ പ്രവേശിക്കട്ടെ, അതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് CPIMO സംസ്ഥാന സർക്കാരോ എന്തായാലും പറയാൻ പോകുന്നില്ല തെരഞ്ഞെടുപ്പ് കാലത്തിന് മുമ്പ് എന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാം, അല്ലേ? ഉറപ്പിച്ച് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പറയാൻ വേണ്ടിയിട്ടാണ്, അതൊരു സുവർണാവസരമായിട്ട് കിട്ടാനാണ് ഇപ്പുറത്തുള്ള ആളുകൾ നിൽക്കുന്നത് എന്ന് P രാജീവനും പിണറായി വിജയനും എല്ലാവർക്കും അറിയാം. അതായത് CPM ഇങ്ങനെ സ്ത്രീകൾ പ്രവേശിക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്, ഞങ്ങളെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ട് മറ്റു കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് ഈ തെരഞ്ഞെടുപ്പിനെ ഒറ്റ സിംഗിൾ പോയിന്റിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് തങ്ങൾക്ക് വിജയം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് മറ്റ് ഇരുപക്ഷത്തുള്ള ആളുകളും മറ്റു രണ്ടുപേരും മറുപക്ഷത്തുള്ള ഇരു വിഭാഗങ്ങളും വിചാരിക്കുന്നത്. പക്ഷേ സത്യത്തിൽ ഇങ്ങനെ CPMന് ഇങ്ങനെ ഒരു നിലപാടുണ്ട് എന്ന് അറിഞ്ഞിട്ടും രണ്ടാമതൊരു സർക്കാരെ തെരഞ്ഞെടുത്താണ് ജനം ചെയ്തതെന്ന് നമ്മൾ മറക്കരുത്. രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചപ്പോൾ ഉണ്ടായ തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്ന് നമ്മൾ കാണണം എന്നൊക്കെ അഭിപ്രായമുള്ള ആളാണ് ഞാൻ. എന്ന് മാത്രമല്ല ഈ സംസാരിക്കുന്ന ഞാൻ വ്യക്തിപരമായിട്ട് ശബരിമലയിൽ സ്ത്രീ പ്രവേശനമാകണം എന്ന അഭിപ്രായമുള്ള ആളാണ്. അതായത് അവിടെ 5 അംഗ ബെഞ്ചിൽ 4 പേര് പറഞ്ഞ വിധിയാണ് ശരി. അത് ഇന്നല്ലെങ്കിൽ നാളെ ശബരിമലയിൽ സ്ത്രീകൾ കൂടെ പ്രവേശിക്കും, സ്ത്രീകൾ കൂടെ തുല്യത എല്ലായിടത്തും എന്ന പോലെ അവിടെ ഉണ്ടാവും. ഈ കാലാകാലങ്ങളായിട്ട് ശബരിമലയിൽ സ്ത്രീകളുടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്ന് അതിനകത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നേരത്തെയൊക്കെ മുൻകാലങ്ങളിലൊക്കെ സ്ത്രീകൾ പ്രവേശിച്ചു. ഇത്തരം കാര്യങ്ങളോടൊക്കെ യോജിച്ചേക്കുന്ന ആളാണ് ഞാൻ. അത് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇനി ഞാൻ പറയുന്ന എല്ലാ കാര്യത്തിലും ഞാനിതിന് അനുകൂലമാണ് എന്ന കാര്യം കൂടെ കേട്ട് വേണം, മനസ്സിലാക്കി വേണം ആളുകൾ കേൾക്കാൻ എന്നതുകൊണ്ടാണ്. ഇതിനകത്ത് ആദ്യം ഇത് വന്നത് എങ്ങനെയാണ് ഹർഷ? അതായത് RSSുമായിട്ടും BJPയുമായിട്ടും ബന്ധമുള്ള 5 അഭിഭാഷകരാണ് ഈ കേസ്, ഈ പരാതി ശബരിമല എന്ന് പറയുന്ന കേരളത്തിലെ ഈ ക്ഷേത്രത്തിനകത്ത് സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല, അതുകൊണ്ട് അവരെ പ്രവേശിപ്പിക്കണം എന്ന ഈ ഹർജി ആദ്യമായിട്ട് കൊണ്ടുപോയി കൊടുത്ത ഈ 5 അഭിഭാഷകരിൽ, വനിതാ അഭിഭാഷകരിൽ ബഹുഭൂരിപക്ഷം പേരും RSSുമായിട്ടും BJPയുമായിട്ടും ബന്ധമുള്ളവരാണ്. അത് തന്നെ ബന്ധമില്ലാത്തവർ, RSSുമായിട്ടും BJPയായിട്ടും നേരിട്ട് ബന്ധമില്ലെങ്കിലും അവർ വിശ്വാസികളായിട്ടുള്ള ഹിന്ദുത്വ സംഘടനകളായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ 5 ആളുകൾ. ആരൊക്കെയാണ്? സംഘപരിവാര കുടുംബങ്ങളിൽ നിന്നുള്ള പ്രേരണകുമാരി, ഭക്തി പസ്രീജ സേത്ത്, സുധാപാൽ, ലക്ഷ്മി ശാസ്ത്രി എന്നിവരാണ് ഈ വക്കീലന്മാർ. ഇവരാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ആരുമല്ല, അല്ലെങ്കിൽ ഈ തമിഴ്നാട്ടിലോ കർണാടകയിലോ ആരുമല്ല, ഒരു വ്യക്തിയുമല്ല ഈ അങ്ങോട്ട് അപേക്ഷയായിട്ട് സുപ്രീം കോടതി സമീപിച്ചത്, ഹർജിയായിട്ട് ചെയ്തത് ഇവരാണ്. സ്ത്രീകൾക്ക് പ്രവേശനം വേണമെന്ന് പറഞ്ഞിട്ട് ഇവർ എല്ലാവരും വിശ്വാസികളാണ്. ഇപ്പോഴും നമ്മൾ ഇവരുടെ പേര് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇന്ത്യ ടുഡേയിലും ന്യൂസ് മിനിറ്റിലും ഒക്കെയുള്ള ഇവരുടെ ഇൻ്റർവ്യൂ കാണാം. അവരെല്ലാവരും വിശ്വാസികളാണ്. ദൈവവിശ്വാസം കൊണ്ടാണ് ഞങ്ങൾ ഇത് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് മുമ്പിൽ ഞങ്ങളടക്കം എല്ലാവരും തുല്യരാണ്, അതുകൊണ്ടൊക്കെ പറഞ്ഞിട്ടാണ് ഇവരൊക്കെ ചെന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ പ്രേരണകുമാരി അഡ്വക്കേറ്റ് അവർ BJPയുടെ നേതാവായിരുന്നു. അവരെ ആ കാലത്ത് തന്നെ ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്താൽ കാണാം,
ചൗക്കീദാർ പ്രേരണ എന്നായിരുന്നു ട്വിറ്ററിൽ അക്കൗണ്ടിൽ അവരുടെ പേര് അക്കാലത്ത് ഈ പ്രശ്നം ഉണ്ടാകുന്ന ചൗക്കീദാർ ഓർമ്മയുണ്ടല്ലോ, പ്രധാനമന്ത്രിയുടെ ഒരു ക്യാമ്പയിനായിരുന്നു അക്കാലത്ത്. BJPയുടെ പതാക പിടിച്ചു നിൽക്കുന്ന BJPയുടെ സുപ്രീം കോടതിയുടെ ലീഗൽ സെല്ലിൻ്റെ സെക്രട്ടറി ആയിരുന്നു പ്രേരണകുമാരി. അപ്പോൾ BJPയുമായി ബന്ധപ്പെട്ട വിശ്വാസം ഉള്ള ആളുകൾ, വിശ്വാസികൾ എന്ന് സ്വയം വിചാരിക്കുന്ന ആളുകളാണ് അവർ ഈ കാര്യമായിട്ട് പോയത്. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് പക്ഷേ മറ്റൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. എന്താണെന്നറിയോ അത് ഹർഷ? അതായത് ഇങ്ങനെയാണ് അതിൻ്റെ കാര്യം. RSSൻ്റെ ജനറൽ സെക്രട്ടറി സുരേഷ് ഭയ്യാജി ജോഷി, ഭയ്യാജി എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ വിളിക്കുക, ഭയ്യാജി ജോഷി 2016 മാർച്ച് 12 നാഗ്പൂരിലെ RSSൻ്റെ ആസ്ഥാനത്ത് വെച്ച് ഇങ്ങനെ പ്രസംഗിച്ചു. ഹിസ്റ്ററികളിലാണ് എഴുതിയപ്പെട്ടിട്ടാണ്. രാജ്യത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം. ചില അമ്പലങ്ങളിൽ ഇത് തടയുന്ന ചില ആചാരങ്ങളുണ്ട്, അത് മാറ്റണം. സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താൻ നാം പ്രവർത്തിക്കണം. അതിനായി ബോധവൽക്കരണം നടത്തണം എന്ന് സുരേഷ് ഭയ്യാജി ജോഷി, RSSൻ്റെ ജനറൽ സെക്രട്ടറി 2016 മാർച്ച് 12 നാഗ്പൂരിലെ RSSൻ്റെ ആസ്ഥാനത്ത് വെച്ച് പറഞ്ഞു. ഇതൊക്കെ ഈ കേസ് നടക്കുമ്പോഴാണ്, ഈ സംഘപരിവാര കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ കേസ് നടത്തുമ്പോഴാണ്. എന്ന് വെച്ചാൽ ഇത് അവരുടെ ഒരു സംഘപരിവാര BJP ആളുകളുടെ ഒരു ആഗ്രഹമായിരുന്നു. എനിക്ക് നേരിട്ട് തന്നെയും കേരളത്തിലെ സംഘപരിവാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വനിതാ നേതാവ് എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ കേസിൻ്റെ വിധി വരുമ്പോൾ ഒക്കെയുള്ള ആ സമയത്ത് എനിക്ക് ശബരിമലയിൽ പോകാൻ ആഗ്രഹമുണ്ട് എന്ന്. കോൺഗ്രസിൻ്റെ വനിതാ നേതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായിട്ട്. ഇപ്പോൾ പക്ഷേ അവരാരും ആ നിലപാടിലല്ലാത്തതുകൊണ്ട് നമ്മളത് പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ടതില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എല്ലാവരും എതിർക്കുന്നൊരു സംഗതി ആയിരുന്നില്ല എന്നതാണ്. പിന്നെ ഇത് ഭയ്യാജി ജോഷി ഇത് പറയുന്ന കാലത്ത് സുപ്രീം കോടതിയിലടക്കം ശബരിമലയിലെ കേസ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അന്ന് PS ശ്രീധരൻപിള്ളയാണ്, വലിയ അഭിഭാഷകനായിട്ടുള്ള PS ശ്രീധരൻപിള്ളയാണ് നമ്മുടെ പ്രസിഡൻ്റായിരുന്നത്. പിന്നെ 2016 ഓഗസ്റ്റ് 1 K. സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായിട്ടായിരുന്നു ആ പോസ്റ്റ്. ഓർമ്മയുണ്ടാവും ഹർഷന്. അയ്യപ്പൻ സ്ത്രീ വിരോധിയല്ല, ആർത്തവം പ്രകൃതി നിയമമാണ്, ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. രാഹുൽ ഗാന്ധി വിധി വന്ന ഉടനെ വിധിയെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടു. ഓർമ്മയുണ്ടാവുമല്ലോ, എല്ലാവർക്കും ഓർമ്മയുണ്ട്, നമുക്കങ്ങനെ അത് ഒരുപാട് പ്രായാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ആളുകളെല്ലാം അനുകൂലിച്ചൊരു കാര്യമാണ്. പക്ഷേ അന്നും CPMന് ഇക്കാര്യത്തിൽ അന്നും ഇന്നും ഈ നിലപാട് തന്നെയാണ് ഉണ്ടായിരുന്നത്. അതായത് ഇവർക്കെല്ലാവർക്കും, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എന്ന പോലെ CPMനും സ്ത്രീകൾക്ക് പ്രവേശനമാകാം എന്ന നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഇന്നിപ്പോൾ P. രാജീവ് കാര്യം പ്രത്യേകമായിട്ട് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. കാരണം അധികം CPM നേതാക്കൾ പറയുന്നത് കേൾക്കാറില്ല അത്. പക്ഷേ CPMൻ്റെ VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെയും കാലത്തും മറ്റും കൊടുത്തിരിക്കുന്ന ഈ സത്യവാങ്മൂലത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് സുവ്യക്തമായിട്ട് പറയുന്നുണ്ട്, ശബരിമലയിൽ വർഷങ്ങളായിട്ടിപ്പോൾ പ്രവേശിക്കുന്നില്ല സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊരു നിലപാട് മാറ്റുകയാണ് സുപ്രീം കോടതി ചെയ്യുന്നതെങ്കിൽ അക്കാര്യം ബന്ധപ്പെട്ട മതപണ്ഡിതരുമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ വേണ്ട വിധത്തിലുള്ള ചർച്ചകളും മറ്റും നടത്തിയതിന് ശേഷം മാത്രമേ അത്തരമൊരു തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്ന് ഈ സംസ്ഥാന സർക്കാർ, എന്ന് വെച്ചാൽ CPIMൻ്റെ സർക്കാർ പറയുന്നുണ്ട്. എന്നിട്ട് പക്ഷേ പറയുന്നത്, എന്നാൽ സുപ്രീം കോടതി അങ്ങനെ ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ വിധി ആ പ്രവേശനത്തിന് അനുകൂലമാണ്, സ്ത്രീകൾ പ്രവേശിക്കട്ടെ എന്നാണ് വിധിയെങ്കിൽ ഞങ്ങൾ നടപ്പാക്കും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ 5 അംഗ ബെഞ്ച് പതിറ്റാണ്ടുകളോളം നീണ്ട നിയമപ്രക്രിയയ്ക്ക് ശേഷം 5 അംഗ ബെഞ്ചിലെ 4 പേർ ചേർന്ന് ഭൂരിപക്ഷ വിധി എഴുതി. ഈ വിധിയടക്കം ഞങ്ങളന്ന് പഠിച്ചത്, ഞാൻ പഠിച്ച എൻ്റെ ലാപ്ടോപ്പിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അത് പല ആളുകൾ കൃത്യമായിട്ട് അതിൻ്റെ സ്നിപ്പെറ്റ്സ് എഴുതി അയച്ചത് സമാഹരിച്ചിട്ട് ആ വിധിയുടെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പല ഇത് വന്ന് നമ്മൾ എഴുതി വെച്ചത് ആ കാലത്ത് ചർച്ചകൾക്ക് വേണ്ടി എഴുതി വെച്ച എൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ നിഷേധിക്കാൻ പറ്റില്ല. അത്രമാത്രം സുഘടിതമായിട്ടാണ് ആ 4 പേര് വിധി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ വിധി വന്നു. വിധി വന്നാൽ ഒരു സംസ്ഥാന സർക്കാർ എന്താ ചെയ്യുക? പ്രവേശിക്കാൻ അതായത് ലോ ഓഫ് ദ ലാൻഡ് അങ്ങോട്ടേക്ക് പ്രവേശിക്കണം എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഏത് സർക്കാരാണെങ്കിലും അത് ചെയ്തേ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഇതിനകത്തൊരു രാഷ്ട്രീയ ലക്ഷ്യം കണ്ട, അതിനാദ്യം NSS SNDP ഇറങ്ങി, പ്രത്യേകിച്ച് NSS ആദ്യം ഇറങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം തിരിയാണെന്ന് കണ്ടപ്പോൾ മറ്റവർ മാറി. രാഹുൽ ഗാന്ധിയോട് നമുക്ക് നേർക്കേർ ചോദ്യം ചോദിക്കാൻ പറ്റില്ലല്ലോ, നമുക്കൊരു ഇൻ്റർവ്യൂ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അദ്ദേഹം അങ്ങനെ സംസാരിക്കില്ല ഈ കാര്യത്തിൽ. നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നല്ലോ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ഇപ്പോൾ ചോദിച്ചാൽ അദ്ദേഹം മാറുമായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ, ഇപ്പം ഇടതുപക്ഷത്ത് നിന്ന് പോയുള്ള CP ജോൺ, KK രമ തുടങ്ങിയ ആളുകൾ, പഴയ കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള ആളുകൾ പോലും എന്താ ചെയ്യുന്നത് ഈ കാര്യത്തിൽ? ഇങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ NK പ്രേമേന്ദ്രൻ, അങ്ങനെ കുറേ ആളുകൾ. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് സംഗതി മാറിക്കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഹർഷ, എനിക്കിക്കാര്യത്തിൽ നല്ല മതിപ്പും ബഹുമാനമുള്ള നിലപാട് CPIMൻ്റേതാണ്. എനിക്കത് പറയാൻ യാതൊരു മടിയില്ല. കാരണം അവരിപ്പോൾ പോലും, P. രാജീവ് ഇപ്പോൾ പോലും ഞങ്ങൾ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമാണ്, ഞങ്ങൾ സ്ത്രീ പ്രവേശനത്തെ എതിർക്കാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടില്ല. അതായത് അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ നിലപാട് പറഞ്ഞു. ഇപ്പം ഇൻസ്റ്റൻ്റായിട്ട് പറയാം എന്നാണ് സതീശൻ പറഞ്ഞ് ഇൻസ്റ്റൻ്റായിട്ട് പറയാമല്ലോ, ഞങ്ങൾ പറയുന്നുണ്ടല്ലോ പ്രവേശിക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ CPIM അവരുടെ നിലപാട് മാറ്റുന്നില്ല.
ഇത് കോടതി തീരുമാനിച്ചു കൊള്ളട്ടെ, അല്ലെങ്കിൽ മതപരമായിട്ട് വിശ്വാസപരമായിട്ടുള്ള ആളുകളുമായിട്ട് ആലോചിച്ച് നിങ്ങൾ തീരുമാനിച്ചു കൊള്ളട്ടെ. ഒരു ഇടതുപക്ഷ പാർട്ടി എന്ന നിലക്ക്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലക്ക് ഈ നിലപാടല്ലാതെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്നാണ് CPIM കേരളത്തോട് പറയാതെ പറയുന്നത്. അത് ഏത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണെങ്കിലും ഞങ്ങളുടെ നിലപാട് അക്കാര്യത്തിൽ അങ്ങനെയല്ലാതെ ഞങ്ങൾക്ക് മറിച്ചൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ടായി മാറിപ്പോകും. അതുകൊണ്ട് അവർക്ക് ആ നിലപാട് മാറ്റാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം പറയുന്നൊരു കൗതുകകരമായ കാര്യം, ഇതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഞങ്ങളിപ്പോൾ ഈ കാര്യം അങ്ങ് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു സുവർണാവസരം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ. വിശ്വാസികൾ മൊത്തത്തിൽ സ്ത്രീകൾ അങ്ങോട്ട് പ്രവേശിക്കേണ്ടതെന്നാണ് പറയുന്നതെങ്കിൽ അതിനോടൊപ്പമാണ് കോടതി നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് എന്താ പ്രശ്നം എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ് ഇവർ. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ അവർ നേരത്തെ ഉരുണ്ട് ഇരട്ട നിലപാടെടുത്തതുപോലെ ഇരട്ട നിലപാടെടുക്കാൻ CPIM ഇല്ല എന്നത് ആണ് എനിക്കിന്നത്തെ കാര്യങ്ങൾ മനസ്സിലായത്. അല്ല, അതിനകത്ത് CPI മാത്രമല്ല, CPM-ഉം CPI-യും അടക്കമുള്ള ഇടത് പാർട്ടികൾ. ഞാൻ ഈ CPM എന്ന് പറഞ്ഞിടത്തല്ല CPI അതെ, CPM-ഉം ആ നിലപാടിൽ തന്നെയാണ് അവർ ഉറച്ചു നിന്നിട്ടുള്ളത്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത് മാത്രമല്ല, സതീഷ് നേരത്തെ പറഞ്ഞു തുടങ്ങിയൊരു കാര്യമുണ്ടല്ലോ, ഈ 2006 ജൂലൈയിൽ ഇങ്ങനെ ഒരു ഹർജി സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ ഈ 5 അഭിഭാഷകരാണുള്ളത്. ആ 5 അഭിഭാഷകരും സംഘപരിവാർ അനുകൂലികളാണ്, അല്ലെങ്കിൽ RSS പ്രവർത്തകരാണ്, അവരുടെ കുടുംബാംഗങ്ങളാണെന്ന് എപ്പോഴാണ് കേരളം അല്ലെങ്കിൽ ഇന്ത്യ മനസ്സിലാക്കിയത്? എപ്പോഴാണ്? ഈ കേസെല്ലാം കഴിഞ്ഞിട്ട് ഈ ശബരിമല പ്രവേശന വിധി വന്നതിന് ശേഷം, വനിതാ യുവതി പ്രവേശന വിധി വന്നതിന് ശേഷം ആണ് ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ തപ്പിക്കൊണ്ട് വരുന്നത്. ഇവരൊക്കെ ആരാണ് എന്നുള്ള കാര്യം. അതിനു മുമ്പ് കേരളത്തിൽ എന്തായിരുന്നു ചർച്ച? ഈ 2006 മുതൽ ഇങ്ങോട്ട് ഈ വിഷയം ചർച്ചയാകുന്ന ഘട്ടത്തിലൊക്കെ ഇടത് അഭിഭാഷക സംഘടനയുടെ പ്രവർത്തകരായ 5 പേർ കൊടുത്ത ഹർജി എന്നാണ് ആദ്യം വരുന്ന വാർത്തകളടക്കം. അങ്ങനെയാണ് ഇങ്ങനെ ഒരു വിധി വന്നതിന് ശേഷം വരുന്ന വാർത്തകൾ പോലും അങ്ങനെയാണ് ഒരു ആളുകൾ തന്നെ പൊതുവെ വിചാരിച്ചിരുന്നതും ആ നിലയ്ക്കാണ്. ഇനിയിപ്പോൾ അവരങ്ങനെയാണോ ആ വാർത്തയെ പ്ലാൻ ചെയ്തിരുന്നത് പോലും എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ. കാരണം എപ്പോഴും ആ നിലയ്ക്കാണ് ആദ്യഘട്ടത്തിൽ വന്നത്. പിന്നീടാണ് മാധ്യമങ്ങൾ കണ്ടെത്തുന്നത് ഇവരാരാണ് എന്നുള്ളത്. ഇപ്പോൾ പ്രേരണകുമാരിയുടെ ഭർത്താവ് BJP-യുടെ നേതാവാണെന്ന് മാത്രമല്ല, അമിത്ഷായ്ക്കൊപ്പം അടക്കം നേരിട്ട് ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്ന തരത്തിൽ തലപ്പൊക്കമുള്ള ഒരാളാണ്. ശംഭു എന്നാണ് അയാളുടെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഒരാൾ. അതിലുള്ള 3 പേര്, ഈ 5 പേരിൽ 3 പേരും നേരിട്ട് ആ നിലയ്ക്ക് BJP ബന്ധമുള്ള ആളുകളായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ BJP ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ യുവതികൾക്ക് കൂടി പ്രവേശനം സാധ്യമാവുന്ന തരത്തിൽ വേണം ഇത് എന്നാണ്. അതിന് അവർ പ്രത്യയശാസ്ത്രപരമായി തന്നെ കാരണങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുമുണ്ടായിരുന്നു. ആ നിലയ്ക്ക് തന്നെയാണ് അതിനെ വിശദീകരിച്ചിരുന്നത്. BJP തന്നെ, അതായത് BJP-യെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ തലം നോക്കിക്കാണുന്ന, അതായത് ഈ കക്ഷി രാഷ്ട്രീയ തലം നോക്കിക്കാണുന്ന BJP പ്രവർത്തകരായ ആളുകളാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഈ വിഷയം ഡ്രൈവ് ചെയ്തത് എന്നതുകൊണ്ടാണ് സംഘപരിവാർ മൊത്തത്തിൽ കാലുമാറിയത്. യഥാർത്ഥത്തിൽ RSS-ലെ വലിയൊരു വിഭാഗത്തിന് ഈ വിഷയത്തിൽ ഇപ്പോഴും നിലപാട് അവിടെ യുവതികൾ പ്രവേശിക്കണം എന്നുള്ളത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ച് അത് പ്രത്യയശാസ്ത്രപരമായ ഒരു നിലപാട് കൂടിയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം അവർ എടുത്തത്. അന്ന് ഓർമ്മയുണ്ടോ, ജന്മഭൂമിയിൽ അടക്കം വരുന്ന വാർത്ത എന്ന് പറയുന്നത് അതിനനുകൂലമായ വാർത്തയാണ്. ഈ വിധിയെ വളരെ ആവേശത്തോടെ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് അവർ കൊടുക്കുന്നത്. പക്ഷേ ആദ്യം കേരളത്തിൽ NSS ആണ് നാമജപ യാത്രയുമായി, വൈകുന്നേരങ്ങളിൽ സന്ധ്യാസമയത്ത് നാമജപ യാത്രയുമായി NSS ഇറങ്ങിക്കഴിയുമ്പോഴാണ് ഇതിനെ പതുക്കെ ഈ പൊതുബോധത്തെ ഡ്രൈവ് ചെയ്യാനായിട്ട് അസാമാന്യ ശേഷിയുള്ള ഒരു സംഘടനയാണ് NSS. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അത് NSS ഇറങ്ങി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താണ് ഇനി അങ്ങോട്ട് ഇതിൻ്റെ ഒരു ഗതി എന്നുള്ളതിനെക്കുറിച്ച് പതുക്കെ ഒരു ധാരണയായി. അതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, അതുവരെ അതായത് ഇതിനു വേണ്ടി വാദിച്ചിരുന്ന PS ശ്രീധരൻപിള്ള, നമുക്കെല്ലാം അടുപ്പമുള്ള നേതാവ് കൂടിയാണ്, BJP നേതാവ്. അദ്ദേഹത്തിൻ്റെ പരാമർശം പിന്നീട് വളരെ ഹിറ്റായി. എന്താണ്? സുവർണാവസരമാണ് എന്നുള്ളത്. ഇതൊരു സുവർണാവസരമാണ് ആർക്ക്? BJP-ക്ക്. അതായത് RSS-ൻ്റെ ഒരു വിചാരമല്ലത്, അത് BJP-യുടെ ഒരു വിചാരവും അദ്ദേഹത്തെ പോലെ ഒരു അഭിഭാഷകൻ്റെ ബുദ്ധിയുമാണ് അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബുദ്ധിയും. ഇത് ഒരു സുവർണാവസരമാണ് എന്നുള്ളത്. അവിടെ മുതലാണ് പതുക്കെ പിന്നെ കാര്യങ്ങൾ മാറുന്നത്. കെ സുരേന്ദ്രൻ നിരന്തരം സമരങ്ങളിൽ പങ്കെടുക്കുന്ന സ്ഥിതി, രാഹുൽ ഈശ്വർ അമ്മൂമ്മയുമായിട്ട് പോയി അറസ്റ്റിലാവുന്ന സ്ഥിതി, ഇതൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ കോൺഗ്രസ് പതുക്കെ നിലപാട് മാറ്റി. കോൺഗ്രസിൻ്റെ നിലപാട് മാറ്റിയെന്ന് മാത്രമല്ല, ഞാൻ ആ കാലത്തെ ഏറ്റവും കൗതുകകരമായ ഒരു പരാമർശം എനിക്ക് ഓർമ്മയിലുള്ളത് കെ സുധാകരൻ്റെയാണ്. ഒരു അമ്പലം കത്തിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറഞ്ഞു എന്ന് പറഞ്ഞവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് അദ്ദേഹം പ്രസംഗിച്ചു. EMS എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. C കേശവനാണ് യഥാർത്ഥത്തിൽ പ്രസംഗിച്ചിട്ടുള്ളത്. അതായത് ഈ C കേശവൻ ഇരുന്ന കസേരയിൽ പിന്നെ അദ്ദേഹം ഇരുന്നു, കെ സുധാകരൻ. അതാണ് അതിൻ്റെ ഒരു തമാശ. അതായത് സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണല്ലോ C കേശവൻ. അദ്ദേഹം പറഞ്ഞതാണ് ഒരു അമ്പലം കത്തിച്ചാൽ അത്രയും അന്ധവിശ്വാസം മാറുമെന്ന്. പക്ഷേ
അദ്ദേഹം കെ സുധാകരൻ അറിയാതെ പറഞ്ഞാന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതായത് ആ സമയത്ത് എന്തും വാരി അടിക്കുക എന്നുള്ള മട്ടിലേക്ക് പിന്നീട് അതിനെ രാഷ്ട്രീയമായി എല്ലാവരും ഇതിനെ ഒരു സുവർണാവസരമായി കണ്ടു. അപ്പോഴാണ് ഈ പരാമർശങ്ങളൊക്കെ ഈ കെ സുധാകരൻ്റെ അടക്കം കയ്യിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും കാണുന്നത് തീർച്ചയായും എല്ലാവരും പ്രതിപക്ഷത്തെ സ്വാഭാവികമാണത്. ഒരു രാഷ്ട്രീയ മത്സരത്തിൽ തീർച്ചയായും സ്വാഭാവികമാണ്. പ്രതിപക്ഷം ഇപ്പോൾ കാണുന്നത് ഇതൊരു സാധ്യതയാണ്, ഈ ഘട്ടത്തിൽ അത് ചർച്ച. അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ ആവർത്തിച്ച് പറയുന്നത് എനിക്ക് 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്നതല്ലേ ഉള്ളൂ ഈ പ്രശ്നം എന്നുള്ളത് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇന്നലെയും പി രാജീവ് പറഞ്ഞു മുനമ്പത്ത് 5 മിനിറ്റ്, ശബരിമലയിൽ 10 മിനിറ്റ്, ഇത്രയൊക്കെ മതി വി ഡി സതീശൻ. അദ്ദേഹം അപ്പോൾ അതിന് ഇദ്ദേഹം മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വി ഡി സതീശനും അതിനെ കാണുന്നത് എങ്ങനെയാണ്? അതിന് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഒറ്റയടിക്ക് പറയുകയാണ് ഞങ്ങൾ ഇത് യുവതീ പ്രവേശനത്തിനെതിരാണ് എന്ന് പറയാൻ കഴിയുമോ? പറയാൻ കഴിയില്ല. അത് ഇടതുപക്ഷത്തിൻ്റെ പൊതു നിലപാട് അതല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ നിന്ന് അവർ വിട്ടുവീഴ്ച ചെയ്യില്ല. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഈ കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഈ പുനഃപരിശോധനാ തീരുമാനത്തെ പോലും CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി എതിർത്തിട്ടുണ്ട്. ഇത് പുനഃപരിശോധിക്കാനുള്ള ആലോചനയെ പോലും ആ ഘട്ടത്തിൽ തന്നെ സീതാറാം യെച്ചൂരി ഇത് കൂടുതൽ അവ്യക്തമായ സാഹചര്യം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ എല്ലാ മതവിഭാഗങ്ങളുടെയും വിഷയം ഒരുമിച്ച് പരിഗണിക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങളെ മാറ്റിയിരിക്കുന്നത് ശരിയല്ല എന്നുകൂടി അന്ന് CPIM കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ആ നിലപാട് തിരുത്തണമെങ്കിൽ ഇനിയിപ്പോൾ CPIM കേന്ദ്ര കമ്മിറ്റി അടക്കം നിലപാട് തിരുത്തി വരണം. അങ്ങനെ ഏതായാലും സംഭവിക്കാൻ പോകുന്നില്ല. അതിനകത്ത് ഒരു വളരെ വാലിഡ് ആയിട്ടൊരു പോയിന്റ്, അതായത് അത് ആ കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടാണ്. ഇപ്പോൾ ശബരിമലയിലെ പ്രശ്നം പരിഹരിക്കാന്ന് വെച്ചാൽ ആ കേസിനെ ശബരിമലയിലെ പ്രശ്നം പരിഹരിക്കുക, അല്ലാതെ അതിനിടക്ക് ഈ മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനം പറ്റി ഇത് രണ്ടും വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് മതവിശ്വാസമാണ്. അങ്ങനെ പല വിഷയങ്ങളും ഒരുപാട് കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കാര്യമുള്ളത് അതാണ് ഇന്നിപ്പോൾ പി രാജീവ് ചൂണ്ടിക്കാണിച്ചെന്ന് തോന്നുന്നു. അതായത് ഇതിനെ നമ്മൾ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം മാത്രമായിട്ട് കാണുമ്പോഴാണ് ഈ പ്രശ്നം. യഥാർത്ഥത്തിൽ ആ കാര്യം അതിനകത്ത് നടക്കുന്ന ഒരുപാട് സങ്കീർണമായിട്ട് നമ്മൾ തുടക്കത്തിൽ വർഷം വായിച്ചില്ലേ, നമ്മുടെ കാർഡിൽ വന്ന ഒരുപാട് സങ്കീർണമായിട്ടുള്ള അങ്ങേയറ്റം ഭരണഘടനാപരമായിട്ട് വളരെ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ, സങ്കീർണമായിട്ടുള്ള ചോദ്യങ്ങൾ പരിശോധിക്കുകയാണ് സുപ്രീം കോടതി ചെയ്യുന്നത്. ഇതിനകത്ത് പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം വരുന്ന വലിയൊരു വിശ്വാസി സമൂഹം, ബഹുഭൂരിപക്ഷം എന്നുള്ള പ്രയോഗം ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ വിശ്വാസി സമൂഹത്തിനുള്ളിൽ ഒരു പ്രശ്നമുണ്ട്. ഇതൊരു പ്രശ്നമാണല്ലോ, ഇങ്ങനെ നടക്കാൻ പാടുണ്ടോ എന്നുള്ള ഒരു ആശങ്ക അവർക്ക് നിലനിൽക്കുന്നുണ്ട്. ആ ആശങ്കയെ കൂടി ദൂരീകരിക്കുന്ന തരത്തിലാവണം ഇനി എന്ത് വിധി സുപ്രീം കോടതിയുടെ വന്നാലും എന്നുള്ളതാണ് ആവർത്തിച്ച് പറയാനുള്ള ഒരു കാര്യം. ഒറ്റ കാര്യം കൂടെ പറയട്ടെ. പക്ഷേ അതായത് ഇത് നമ്മൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ നമ്മളിപ്പോൾ എല്ലാവരും പറയുന്നു ശബരിമലയിലെ ഈ സംഗതി ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചത് CPM-ന് ഭയങ്കര തിരിച്ചടിയായി എന്ന്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് കേരള സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു തുടർ ഭരണം ഇവർക്ക് ഏൽപ്പിച്ചു കൊടുത്തത്, കേരള ജനത ഏൽപ്പിച്ചു കൊടുത്തത് ഈ സംഭവത്തിന് ശേഷമാണെന്നും കൂടെ നമ്മൾ ഓർക്കണം. അത് തന്നെയാണ് അങ്ങനെ ഒരു വിജയമാണ് ഉണ്ടായത്. അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയം, 2019 പരാജയം എന്നത് ഈ പറയുന്ന ഈ ശബരിമല പ്രശ്നം കൊണ്ടാണ് എന്നുള്ള വിലയിരുത്തൽ അന്നും ഇന്നും നമ്മൾ പറയുന്നുണ്ട്. അത് തെറ്റാണ്. CPIM-ന്റെ വിലയിരുത്തൽ, കോൺഗ്രസിന്റെ വിലയിരുത്തൽ, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ശബരിമല യുവതീ പ്രവേശനത്തിന് അനുമതി നൽകിയുള്ള വിധിക്ക് 7 വർഷങ്ങൾക്ക് ശേഷമാണ് പുനഃപരിശോധനാ ഹർജികളിന്മേൽ വാദം കേൾക്കുന്നതിലേക്ക് സുപ്രീം കോടതി കടക്കുന്നത്. അതിന് നിശ്ചയിച്ച സമയം വിഷയത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക പ്രാധാന്യം 10 മടങ്ങാക്കുന്നതാണ്. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് ഒന്നാം പിണറായി സർക്കാർ സ്വീകരിച്ച നിലപാടും നവോത്ഥാന സമിതിയും വനിതാ മതിലും അടക്കം പ്രചാരണ പരിപാടികളെല്ലാം നമുക്ക് ഓർമ്മയുണ്ട്. ശബരിമല വിഷയം പിന്നെ ഏതെല്ലാം അടരുകളിലേക്ക് വളർന്ന് വികസിച്ചു എന്നതും തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ ഇത് വിഷയം പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി കൊണ്ടുവരികയും പിന്നീട് സർക്കാരിന് അവരുടെ നിലപാട് കുറച്ച് മയപ്പെടുത്തിയെടുത്തതുമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് പുനഃപരിശോധനാ ഹർജികളുടെ വാദത്തിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്താകുമെന്നത് അങ്ങേയറ്റം നിർണായകമാകുന്നു. അതെന്തു തന്നെയായാലും നിശിതമായി വിമർശിക്കപ്പെടുമെന്ന രാഷ്ട്രീയ നില തുടരുകയും ചെയ്യുന്നു. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചാൽ NSS-ഉം SNDP-യും അടക്കമുള്ള സംഘടനകളും ഒരു വിഭാഗം വിശ്വാസികളും സർക്കാരിനോട് അകലും. യുവതീ പ്രവേശനത്തെ എതിർത്താൽ സർക്കാരിൻ്റെ നവോത്ഥാന കാഴ്ചപ്പാടിന് കോട്ടം സംഭവിക്കും എന്ന് വിലയിരുത്തപ്പെടും. നിലപാടിൽ തുടർന്നാലും മലക്കം മറിഞ്ഞാലും സർക്കാരിന് പ്രതിച്ഛായ നഷ്ടം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയിലേക്ക് ഒരുപക്ഷെ സർക്കാരിനെ തന്നെ ഇത് കൊണ്ടുചെന്നെത്തിക്കും. ഈ ഊരാക്കുടുക്കിനെ സംസ്ഥാന സർക്കാർ എങ്ങനെ അഭിസംബോധന ചെയ്യും എന്നറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം.